പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 70ാമത്തെ വയസ്സിലും 40ന്റെ ചെറുപ്പം അല്ലെ യുവത്വം എങ്ങനെ നിലനിർത്താം എന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോയിലും നമ്മൾ ചർച്ച ചെയ്തത്. വളരെയധികം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. വളരെ ഉപകാരപ്രദമായ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. കാണുന്നതിനോടൊപ്പം തന്നെ അതൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ വീഡിയോയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം കിട്ടട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് വ്യായാമത്തിൻ്റെ മറ്റ് ചില കാര്യങ്ങളെ പറ്റിയാണ്. അതുകൂടി നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ വ്യായാമത്തിൻ്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വ്യായാമത്തിൻ്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന്, വ്യായാമം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ വ്യായാമം തിരഞ്ഞെടുക്കുവാൻ. ഉദാഹരണമായിട്ട് നമ്മൾ അമിതവണ്ണം ഉള്ള ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ വണ്ണം അല്ലെ തൂക്കം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ വ്യായാമം തിരഞ്ഞെടുക്കുമ്പോൾ ചില വ്യായാമങ്ങൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കണം. അവർ വ്യായാമം ചെയ്യുന്ന സമയം ചിലപ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ അല്പം കൂടുതൽ ചെലവഴിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പൊതുവായിട്ട് പറയുവാണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ ഏതൊരാളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ ആരോഗ്യ സംരക്ഷണമാണ്. ഈ ആരോഗ്യ സംരക്ഷണത്തിന് നമുക്ക് മിതമായ വ്യായാമം മാത്രം മതി. വ്യായാമം പലതരത്തിലുണ്ട്. മിതമായ വ്യായാമമുണ്ട്, അതുപോലെ തന്നെ സ്ട്രെനുവസ് എക്സർസൈസ് അല്ലെങ്കിൽ കാഠിന്യം കൂടിയ വ്യായാമങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിനും രോഗങ്ങളെ ചെറുത്ത് നിർത്തുന്നതിനും അതുപോലെ തന്നെ രോഗങ്ങൾ ഉള്ളവർക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനും നമുക്ക് സ്ട്രെനുവസ് എക്സർസൈസ് വേണ്ട. നമുക്ക് മിതമായ വ്യായാമം മതി. ഉദാഹരണമായിട്ട് ബ്രിസ്ക് വാക്കിംഗ്, അതൊരു മിതമായ വ്യായാമമാണ്. അപ്പോൾ ഈ വ്യായാമം മിതമാണോ അല്ലെങ്കിൽ സ്ട്രെനുവസ് ആണോ എന്ന് നിശ്ചയിക്കുന്നത് ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയാണ്. അപ്പോൾ വ്യായാമത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ നമുക്ക് 3 എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ കൂട്ടുകാരുമൊത്ത് നടക്കുമ്പോൾ അല്ലെ ബ്രിസ്ക് വാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരോട് വലിയ ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് മിതമായ വ്യായാമമാണ്. നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് പാട്ട് നല്ലപോലെ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നടക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ വ്യായാമം മിതമായ വ്യായാമമാണ്. കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് നിങ്ങളുടെ വ്യായാമം മിതമാണോ അതോ സ്ട്രെനുവസ് ആണോ എന്നറിയുവാൻ മറ്റൊരു മാർഗമുണ്ട്. നിങ്ങളുടെ നാഡിയിടിപ്പ് പരിശോധിക്കുക. നാഡിയിടിപ്പ് നമുക്ക് പരിശോധിക്കുന്നത് നമ്മുടെ റിസ്റ്റിൽ അവിടെ പരിശോധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലുള്ള കരോട്ടിഡ് ആർട്ടറിയുടെ പൾസ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഒരാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നത് 220-ൽ നിന്നും അയാളുടെ പ്രായം കുറയ്ക്കുന്ന സംഖ്യയാണ്. അതായത് 220-ൽ നിന്നും 40 വയസ്സ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 180 അയാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അത് ഇൻറ്റൻസിറ്റി കൂടിയ വ്യായാമമാണോ എന്ന് നിശ്ചയിക്കുന്നത് ഈ മാക്സിമം ഹാർട്ട് റേറ്റ് നോക്കിയാണ്. അതായത് മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ 80% കൂടുതലാണെങ്കിൽ അത് തീവ്രമായ വ്യായാമമാണ്. അതേ സമയത്ത് 80-ൽ താഴെ, അതായത് 70-നും 80-നും ഇടയ്ക്കുള്ളതാണെങ്കിൽ മിതമായ വ്യായാമമാണ്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ എല്ലാവരും വ്യായാമം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മിതമായ വ്യായാമം മതി. സ്ട്രെനുവസ് എക്സർസൈസ് ആവശ്യമുള്ളവർ, ഒന്ന് കായിക അഭ്യാസം നടത്തുന്നവർ, അല്ലെ കായികമായിട്ടുള്ള പരിശീലനത്തിൽ ഏർപ്പെടുന്നവർ, ബോഡി കൂടുതലായിട്ട് ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ബോഡി ഷേപ്പ് വളരെ നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തുടങ്ങിയ ആൾക്കാർക്ക് മാത്രം മതി സ്ട്രെനുവസ് എക്സർസൈസ്. അപ്പോൾ നമുക്ക് എയറോബിക് എക്സർസൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്യണം. നമ്മൾ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യണം. പ്രായമുള്ളവരാണെങ്കിൽ ബാലൻസ് എക്സർസൈസും ചെയ്യണം. പിന്നെ നമ്മൾ മറ്റൊന്ന് നോക്കേണ്ടത്, എപ്പോൾ നമ്മൾ വ്യായാമം ചെയ്താലും അതിന് 3 സ്റ്റേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ശരീരത്തെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജാണ് വാമപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് പതുക്കെ നടക്കുക. അപ്പോൾ നമ്മുടെ രക്തഓട്ടം ഒന്ന് നല്ലപോലെയാകും. നമ്മുടെ ശരീരത്തെ നമുക്ക് വ്യായാമത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വാമിംഗ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ എക്സർസൈസ് പ്രോപ്പറാണ്. അതായത് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ആ ബ്രിസ്ക് വാക്കിംഗ് തന്നെ ചെയ്യുക.
മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ കൂൾ ഡൗൺ ആണ്. അതായത് നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലേ നമ്മുടെ രക്തഓട്ടം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുകയുള്ളൂ. അതും നമ്മൾ സ്ട്രെച്ചിങ് വ്യായാമങ്ങളോ വല്ലതും ചെയ്താൽ മതി. അപ്പോൾ കൂൾ ഡൗൺ ആവും. അതും ഒരു അവസാനത്തെ 5 മിനിറ്റ് അതിനുവേണ്ടി നീക്കി വെക്കണം. പിന്നെ വ്യായാമം ചെയ്യുന്നത് രാവിലെയാണോ വൈകിട്ടാണോ ഏറ്റവും നല്ലത് എന്ന് പലർക്കും സംശയം തോന്നാം. നമ്മൾ രാവിലെ തന്നെ വ്യായാമം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം വ്യായാമത്തെ സംബന്ധിച്ച് തന്നെ ഒരു 10-70 വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുക. അപ്പോൾ രാവിലെ വ്യായാമം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേക പ്രയോജനമുണ്ട്. നമ്മുടെ തൂക്കം കൂടാതെ നമുക്ക് തൂക്കം കുറയ്ക്കുവാൻ സാധിക്കും. അറ്റ്മോസ്ഫിയറിലൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് എയർ ഉണ്ട്. കൂടുതൽ ഓക്സിജൻ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വ്യായാമം നമുക്കൊരു റെഗുലർ ആയിട്ട് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ രാവിലെ വ്യായാമം ചെയ്യുന്നതാണ് നല്ലത്. വൈകിട്ട് വ്യായാമം ചെയ്യുന്നതിനും അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട്. ഉറക്കം കുറവുള്ളവർ വൈകിട്ട് വ്യായാമം ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലപോലെ ഉറങ്ങാൻ സാധിക്കും. പിന്നെ വ്യായാമം ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തവർക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യാം. അതായത് ഒന്നെങ്കിൽ വ്യായാമം നമുക്ക് ബ്രേക്കപ്പ് ചെയ്യും. ഒരുമിച്ച് 40 മിനിറ്റ് കണ്ടെത്താൻ പ്രയാസമുള്ളവർക്ക് 10 മിനിറ്റ് വെച്ച് 4 പ്രാവശ്യം വ്യായാമം ചെയ്താലും മതി. പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മൾ എല്ലാ വ്യായാമങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വ്യായാമത്തിൻ്റെ പ്രയോജനം നഷ്ടപ്പെടും. ഒരാൾ രാവിലെ 1 മണിക്കൂർ എയറോബിക് വ്യായാമം ചെയ്യുന്നുണ്ട്, 10 മിനിറ്റ് അയാൾ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമവും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അയാളുടെ ജോലി സംബന്ധിച്ച് അയാൾ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുമ്പിലോ ലാപ്ടോപ്പിന് മുമ്പിലോ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ പ്രൊലോങ്ഡ് പീരീഡ് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ വ്യായാമം ചെയ്തതിൻ്റെ പ്രയോജനം ഇല്ലാതെ പോകുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ നമ്മൾ 40 മിനിറ്റിൽ കൂടുതൽ ഇരിക്കരുത്. നമ്മൾ വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ 40 മിനിറ്റിൽ കൂടുതൽ ഒരേ ഇരിപ്പ് ഇരിക്കരുത്. നമ്മൾ അല്പം എഴുന്നേറ്റ് ചെറിയൊരു സ്ട്രെച്ചിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അല്പം നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് കാലിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാരിക്കോസ് വെയിൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ രക്തഓട്ടം അന്നേരം അവിടെ കുറഞ്ഞു പോകുന്നു. ഇതൊക്കെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ എക്സർസൈസ് ചെയ്യുമ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ എക്സർസൈസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ ആ വാക്കിംഗ് ചെയ്യുന്നു. പിന്നെ 1 മിനിറ്റ് നമ്മൾ സ്പീഡ് കുറച്ച് ചെയ്യുന്നു. അങ്ങനെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ വ്യായാമവും ഇൻറ്റൻസിറ്റി കൂടിയ വ്യായാമവും ഓൾട്ടർനേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രയോജനം നമ്മുടെ ശരീരത്തിന് വ്യായാമത്തിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പോൾ സമയമില്ലാത്തവർക്ക് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എടുക്കാം, എക്സർസൈസ് ബ്രേക്കപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ്. വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചിരിക്കണം. വ്യായാമം ചെയ്യുന്ന സമയത്ത് കുടിക്കാം, അത് കഴിഞ്ഞ് വേണമെങ്കിലും കുടിക്കാം. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റിന് ബാലൻസിന് മാറ്റം വരാം. അത് ചിലപ്പോൾ നമുക്ക് ഹൃദയം പെട്ടെന്ന് നിന്നു പോകുന്ന അവസ്ഥയോ അല്ലെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതിനോ അല്ലെ ഹൃദയാഘാതം ഉണ്ടാകുന്നതിനോ ഒക്കെ ചിലപ്പോൾ കാരണമാകാറുണ്ട്. പിന്നെ ചില രോഗാവസ്ഥകളുള്ളവരൊക്കെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ വ്യായാമം സെലക്ട് ചെയ്യാവുള്ളൂ, വ്യായാമം ചെയ്യാവുള്ളൂ. ഉദാഹരണമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്തിട്ടുള്ളവർ, അതുപോലെ തന്നെ പ്രമേഹമുള്ളവരും വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അപ്പോൾ ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വ്യായാമത്തിൻ്റെ എല്ലാ പ്രയോജനങ്ങളും ലഭിക്കുകയുള്ളൂ. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഈ വക കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.